ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 24ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം അച്ഛൻ സ്വാഗതം ചെയ്യുക. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അനേകർ ഇത് കൂടുക മാത്രമല്ല, അവർ ഇത് വിട്ടുപോകാതെ തുടരുന്നുണ്ട് എന്നതാണ് ഞാൻ ഒത്തിരിയേറെ അതിൽ സന്തോഷിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, തുടങ്ങുന്നവർ ധാരാളമാണെങ്കിലും പൂർത്തിയാക്കുന്നവർ ചുരുക്കമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം, പരിശുദ്ധി അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം, അത് കിട്ടിയവർക്കാ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഒന്ന് ഇടയ്ക്ക് വിട്ടുപോയാലും നിരാശപ്പെടാതെ നിങ്ങൾ വീണ്ടും തുടങ്ങ്, വീണ്ടും ഇതിൽ പങ്കുചേര്, അനേകർ ഇതിലേക്ക് പങ്കുചേരാനായിട്ട് കൊണ്ടുപോവാ. ഇനി നമുക്ക് ഏകദേശം ഒരു 9 ദിവസമുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ 9 ദിവസമെങ്കിലും നിങ്ങൾ അനേകരെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി അവരോട് ഇതിൽ പങ്കുചേരാൻ പറഞ്ഞ് അവരും കൂടി കൃപയിലേക്ക് വരട്ടെ. യുഗാന്ത്യ സഭയെക്കുറിച്ച് അവർ മനസ്സിലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളും പങ്കെടുക്കാത്തവരോട് പറയണം, ഇതാ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് നിങ്ങൾ കേൾക്കണം, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വിട്ടുകൊടുത്ത് നിങ്ങൾ ഇത് കേൾപ്പിക്കട്ടെ. അങ്ങനെ അനേകർ പരിശുദ്ധി അമ്മയുടെ മക്കളാകട്ടെ. യുഗാന്ത്യ സഭയിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആരും വീണു പോകാതെ അമ്മയുടെ കുഞ്ഞായിട്ട് ലോകത്തിലുള്ള തീർത്ഥാടക സഭയിലുള്ള മക്കൾ മുഴുവനും മുന്നോട്ട് വരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ എല്ലാവർക്കും ഗുണമാകട്ടെ, കൃപയാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. നമുക്ക് ഈ നിമിഷം വിശുദ്ധ കുരിശിനാല് മുദ്ര ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടതുകരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വലതുകരം കൊണ്ട് വിശുദ്ധ കുരിശിനാൽ നമുക്ക് മുദ്ര ചെയ്യാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളെ, നമ്മളൊരു കൊതി വേണം, ഒരു ആഗ്രഹം, നല്ല ആഗ്രഹത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചോ, ഇത് നടക്കും. ഈ നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം വരും. നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, നിങ്ങൾ ഇരിക്കുന്ന മുറിയിലായിരിക്കാം, നിങ്ങളുടെ മനസ്സിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് ശക്തമായ ഒരു ആവാസം വരുമെന്ന് ദാഹിച്ചോ, വിശ്വസിച്ചോ, നീ അതിനു വേണ്ടി യാചിച്ചോ, ആ ഒരു അഭിഷേകം ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പെയ്തിറങ്ങും. 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ,
പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ മക്കളിലേക്കും അഭിഷേകമന്നം, ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവമന്നം സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ, സകല മക്കളെ ശക്തിപ്പെടുത്തിയ പോലെ, സഭയെ ഉണർത്തിയ പോലെ ഇതാ നമ്മുടെ കുടുംബത്തെ ഉണർത്താൻ പോകുക, ജീവിത പങ്കാളിയെ ഉണർത്താൻ പോകുക, മക്കളെ ഉണർത്താൻ പോകുക, മറിഞ്ഞിരിക്കുന്ന മക്കളെ ഉണർത്താൻ പോകുക. എന്റെ പ്രിയപ്പെട്ടവരെ, ദാഹത്തോടെ കരങ്ങൾ യാചനയോടെ പിടിച്ച് എല്ലാവരും ഉറക്കിയൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകത്തി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകത്തി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഇരിക്കുന്ന മുറിയിൽ നിന്നും അപ്പുറത്തുള്ള മുറിയിലേക്ക്, നിന്റെ ജീവിത പങ്കാളിയിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നിന്റെ അയൽപക്കങ്ങളിലേക്ക്, നിന്റെ ദേശത്തേക്ക് ഉറക്കം വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ 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 ശക്തിയോടെ വരണമേ. കണ്ണടയ്ക്കുക, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ സ്തോത്രഗീതം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ കടാക്ഷിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവൻ കരുണ വർഷിക്കും. അവിടെ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ മറച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ടഭോഗങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സമർപ്പിച്ച് എല്ലാ കെട്ടും അഴിയട്ടെ, എല്ലാ പീഡകളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവത്തിൻ്റെ അരൂപി നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നേക്കുക. നമ്മുടെ വലിയ സാന്നിധ്യം കൂടി അവിടെ വരട്ടെ. ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കാം.
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ശുശ്രൂഷയുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുടിലതന്ത്രങ്ങളെയും നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥാ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ, കലഹങ്ങൾ, രോഗപീഠകൾ, പൈശാചിക ശക്തികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ അഭിഭാഷയാകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. മനസ്സിൽ എന്നും മോൺഫോർട്ട് പ്രാർത്ഥിച്ച പോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നും പ്രാർത്ഥിച്ച പോലെ നമുക്ക് ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. മറിയമേ, ഞാൻ പൂർണ്ണമായും, എനിക്കുള്ളതെല്ലാം പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ഈ പ്രതിഷ്ഠാജപം മനസ്സിരുത്തി എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും അവന്റെ എല്ലാ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പകൽ മുഴുവനും പണിയെടുത്ത് ക്ഷീണിതരായിട്ടായിരിക്കാം ചിലവരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. പക്ഷെ അമ്മ മാതാവ് കൈവിടാതെ നിങ്ങളെ വീണ്ടും വീണ്ടും ഇതിൽ പങ്കുചേരുക. ചിലവരെ സംബന്ധിച്ച് ചില ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരാറുണ്ടായത്, തളർന്നു പോകുന്ന അവസ്ഥ, ഭയങ്കര ക്ഷീണം, വായിക്കൊട്ട് വരുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ദൈവിക വെളിപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് സാത്താൻ അനുവദിക്കില്ല. അവൻ പല പല കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ കേട്ടോണം, മനസ്സിൽ ഉരുവിടണം. അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ അവൻ തരുന്ന ക്ഷീണവും ഉറക്കവും തളർച്ചയും അല്ലെങ്കിൽ മടുപ്പും ഇതൊക്കെ പരിശുദ്ധി അമ്മ എടുത്തു മാറ്റി നമ്മളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കണ്ടു ഒരു വിശ്വാസ സത്യം. ഇന്ന് നമ്മൾ 3 വിശ്വാസ സത്യം ഒരുമിച്ച് കാണുകയാണ്. ഏതൊക്കെയാ പരിശുദ്ധി അമ്മയെ കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ? 1, ദൈവമാതാവാണ്. 2, നിത്യകന്യകയാണ്. 3, അമലോത്ഭവയാണ്. 4, സ്വർഗാരോപിതയാണ്. നമ്മൾ ഇന്നലെ കണ്ടത് പരിശുദ്ധി അമ്മ അമലോത്ഭവയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. നമുക്ക് ആദ്യം പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസ സത്യം മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ സത്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് 431 എഫേസസ് സൂനകദോസിൽ വെച്ച. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് ആദ്യത്തെ വിശ്വാസ സത്യം. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള വാദഗതികളാണ്. ഒരാളുടെ വാദഗതിയെ മറ്റൊരാൾ ഖണ്ഡിച്ചുകൊണ്ട് അത് സഭ അംഗീകരിക്കുക.
ആദ്യം ഇതിനെക്കുറിച്ചുള്ളൊരു വാദഗതി വിട്ടയാള് നെസ്തോറിയന. അദ്ദേഹത്തിന്റെ പ്രബോധനം അനുസരിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: അവതരിച്ച വചനത്തിന്റെ അമ്മ എന്ന് പരിശുദ്ധി അമ്മയെ വിളിക്കാം, ക്രിസ്തുവിന്റെ അമ്മ എന്നും പരിശുദ്ധി അമ്മയെ വിളിക്കാം, എന്നാൽ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല. ഇതാണ് നെസ്തോറിയൻ പ്രബോധനം. അവതരിച്ച വചനത്തിന്റെ അമ്മ എന്ന് വിളിക്കാം, ക്രിസ്തുവിന്റെ അമ്മ എന്നും വിളിക്കാം, പക്ഷേ ദൈവമാതാവെന്ന് വിളിക്കരുത്. പ്രിയപ്പെട്ടവർ, ഈ വാദഗതിയെ ഖണ്ഡിച്ച വ്യക്തിയാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ. അദ്ദേഹം പറയുന്ന കാര്യം പരിശുദ്ധി അമ്മ മാതാവ് ദൈവമാതാവാണ്. എന്തുകൊണ്ട്? അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യം ഇതാണ്: പരിശുദ്ധി അമ്മ മാതാവ് ഈശോയ്ക്ക് ദൈവത്വം കൊടുത്തു എന്ന് ഇതിനർത്ഥമില്ല. പരിശുദ്ധ ത്രിത്വത്തിന്റെ അമ്മ എന്നും ഇതിനർത്ഥമില്ല. മറിച്ച് അവളിൽ നിന്നാണ് ദൈവം ജനിച്ചത്, അതുകൊണ്ടാണ് അവൾ ദൈവമാതാവെന്ന് പറയുവാനുള്ള കാരണം. സിറിൽ ഇപ്രകാരമാണ് പറയുന്നത്: പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഒരേ സമയം മനുഷ്യ സ്വഭാവവും ഉണ്ടായിരുന്നു, ദൈവ സ്വഭാവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവമുള്ള ദൈവ വ്യക്തിയായിരുന്നു ആര്? ഈശോ. ആ ദൈവ വ്യക്തി ജനിച്ചത് എവിടെ നിന്നാണ്? പരിശുദ്ധ മറിയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം ആരെന്ന് പറയാൻ കാരണം ദൈവമാതാവാണെന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ: ആരും ഒരു സ്വഭാവത്തിന് ജന്മം കൊടുക്കുന്നില്ല, വ്യക്തിക്കാണ് ജന്മം കൊടുക്കുന്നത്. ദൈവ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചത്, ഈശോ എന്ന ദൈവ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചത് മറിയത്തിൽ നിന്നായതുകൊണ്ട് മറിയം ദൈവമാതാവാണ് എന്ന് ആ വ്യക്തി പ്രഖ്യാപിക്കുക. ഇതാണ് സഭ ഈ സൂനകദോസിൽ വെച്ച് ഏറ്റെടുക്കുകയും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിന് കൊടുത്ത ഏറ്റവും ഉന്നതമായ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ. എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ ദൈവമാതാവാണ്. ബാക്കി പരിശുദ്ധി അമ്മയ്ക്കുള്ള എല്ലാ സ്ഥാന മഹിമകളും കിട്ടിയിരിക്കുന്നത് ഈ കാര്യം കിട്ടിയതിന്റെ ഫലമാണ്. പരിശുദ്ധി അമ്മയ്ക്ക് ഇത്രമാത്രം കൃപ കിട്ടാൻ കാരണം ദൈവം മാതാവായതുകൊണ്ടാണ്. പരിശുദ്ധി അമ്മ സ്വർഗത്തിനെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെടാനുള്ള കാരണവും ഈ ദൈവം മാതാവായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമസ് പറയുന്ന കാര്യം ഇതാണ്: അനന്ത നന്മയായിരുന്നവന്റെ അമ്മയായിരിക്കുക എന്നതിൽ ചില അനന്തതകളുണ്ട്. വിശുദ്ധ ബനവഞ്ചർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: കൂടുതൽ പരിപൂർണമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാനും സ്വർഗം വിശാലമാക്കാനും ദൈവത്തിന് കഴിയും. എന്നാൽ ഒരു സൃഷ്ടിയെ തൻ്റെ അമ്മയാക്കുന്നതിലുപരി ഒരു മഹത്തായ സ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവത്തിന് കഴിയില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിന്റെ മാതാവാകാനുള്ള കാര്യം. അതുകൊണ്ടാണ് വീണ്ടും അൻസ്ലേം പറയുന്ന കാര്യം ഇതാണ്: പരിശുദ്ധ മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്ന് പറയുന്നത് വാക്കാലോ ചിന്തയാലോ അവളെ വിശേഷിപ്പിക്കാവുന്ന എല്ലാ മഹത്വത്തെക്കാളും ഉപരിയാണ്. വീണ്ടും കേട്ടെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പീറ്റർ പറയുന്നു: നീ എന്തെല്ലാം പേരുകൊണ്ട് മറിയത്തെ വിളിക്കാൻ ആഗ്രഹിച്ചാലും ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് ഒപ്പമാവില്ല ഒന്നും. വിശുദ്ധ ആൽബർട്ട് പറയുന്ന കാര്യം ഇതാണ്: ദൈവമായിരിക്കുക എന്ന് പദവി കഴിഞ്ഞാൽ ഏറ്റവും സമുന്നതമായ പദവിയാണ് ദൈവ മാതാവായിരിക്കുക എന്ന പദവി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. നമ്മള് സിറിൽ വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചു തന്നിരിക്കുക. എന്താണ്? അവൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈശോയ്ക്ക് ദൈവത്വം കൊടുത്തു എന്നല്ല അർത്ഥമാക്കണ്ടേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ അമ്മ എന്നല്ല ഇതിനർത്ഥമാക്കണം ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ. മറിച്ച് അവളിൽ നിന്നാണ് ദൈവം ജനിച്ചത്, അതുകൊണ്ടാണ് അവൾ എന്ത്? ദൈവമാതാവായത്. ഞാൻ വീണ്ടും പറയുവാണ്, ഈശോ ഒരേ സമയം ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവമുള്ള ദൈവ വ്യക്തിയാ. ആ വ്യക്തി ജനിച്ച മറിയത്തിൽ നിന്നായതുകൊണ്ടാണ് മറിയം എന്തായത്? ദൈവമാതാവ്. മനസ്സിലായോ മക്കളെ? ഇതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ ദൈവമാതാവെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിശ്വാസ സത്യമാണ് പരിശുദ്ധി അമ്മ നിത്യകന്യകയാണ് എന്ന്. ഇത് പ്രഖ്യാപിച്ച എന്താന്ന് ചോദിച്ചാൽ 649 ലാറ്ററൻ കൗൺസിൽ വെച്ച.
എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ നിത്യകന്യകയായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കുക. ഈശോയെ മറിയം ഗർഭം ധരിക്കുന്നതിന് മുമ്പും, ഈശോയെ മറിയം ഗർഭം ധരിച്ചതിന് ശേഷവും, ഈശോയെ മറിയം പ്രസവിച്ചതിന് ശേഷവും അവൾ കന്യകയാണ്, നിത്യകന്യകയാണ് എന്നാണ് സഭ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് മിസ്റ്റർ ആൽബ്രട്ട് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കാം. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: മറിയം കന്യകയിൽ കന്യകയാണ്. അവൾ മാതൃകയില്ലാത്ത കന്യകയായി സ്വന്തം മാതൃകയാൽ മറ്റ് കന്യകളെ അവൾ ജനിപ്പിച്ചു. ഇനി പ്രിയപ്പെട്ടവരെ, മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടെ. വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അകത്ത് കയറി വാതിലുകൾ തുറക്കാതെ പുറത്തുപോയി. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? പരിശുദ്ധി അമ്മ ഒരേ സമയം നിത്യകന്യകയുമാണ്, ഒപ്പം അമ്മയുമാണ്. ഇതെങ്ങനെ നടക്കും? ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അകത്തു പ്രവേശിച്ചു, വാതിൽ തുറക്കാതെ ഈശോ പുറത്തുപോയി. എന്ന് വെച്ചാൽ ഒരേ സമയം അമ്മ, പരിശുദ്ധി അമ്മ എന്താണ്? അമ്മയുമാണ്, ഒപ്പം കന്യകയുമാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ മനസ്സിലാക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, പ്രപഞ്ചത്തിന്റെ മൂലപദാർത്ഥങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഗുണമുണ്ട്, ഇല്ലേ? ഒരു ഗുണമുണ്ട്. ഈ ഗുണത്തെ എതിർഗുണമാക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ, തീയുണ്ടെങ്കിൽ തീ അണയ്ക്കാനുള്ള കാര്യമാണിത് വെള്ളം. പക്ഷെ ദൈവത്തിന് എന്ത് സാധ്യമാണ്? വെള്ളത്തിൽ നിന്നും തീ എടുക്കാൻ ദൈവത്തിന് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പ്രവൃത്തിയാ. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൽ മാതൃത്വവും കന്യാത്വവും ഒരുപോലെ സമന്വയിപ്പിക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭ മറിയത്തെ വിളിക്കുന്നേ യൗസേപ്പിന്റെ, ജോസഫിന്റെ നിർമ്മല കന്യക എന്ന് വെച്ചാൽ പ്രസവിച്ചപ്പോഴും പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും അവൾ കന്യക മാത്രമായിരുന്നു. കാരണം അവൾ കന്യകയായി തീരാൻ കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തി വഴിയാ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജലത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. അതിനുശേഷം എന്ത് നടക്കുന്നു? പ്രപഞ്ച സൃഷ്ടി അവിടെ കാണപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് അവിടെ ജീവൻ നിക്ഷേപിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈശോ ജനിച്ചു എന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മള് കർത്താവിന്റെ മാലാഖ ചെല്ലുമ്പോൾ പറയും, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ഇത് അല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഈശോയുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, മിശിഹായുടെ ശരീരം ആരും കല്ലറയിൽ നിന്നും എടുത്തു മാറ്റിയതല്ല, കല്ലറ തന്നെ ശൂന്യമായതാ. കേട്ടെ, മിശിഹായുടെ ശരീരം ആരും കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയതല്ല, മറിച്ച് കല്ലറ തന്നെ ശൂന്യമായി. ഇതുപോലെ മറിയത്തിന്റെ ഉദരത്തിൽ ആരും കൊണ്ടുപോയി, മനുഷ്യരാരും കൊണ്ടുപോയി വെച്ചതല്ല ഈശോയുടെ ശരീരം, മറിച്ച് ഇത് തന്നെ രൂപപ്പെട്ടത്. എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാ. മനുഷ്യ സഹവാസം കൊണ്ടല്ല ദൈവപുത്രൻ ജനിച്ചത്, മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനത്താലാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യവംശത്തിൽപ്പെട്ട ഒരാൾക്കും ഈ ലോകത്തെ, മാനവ കുലത്തെ രക്ഷിക്കാനായിട്ട് പറ്റില്ല. ഈ ലോകത്ത് ഒരു വ്യക്തി എത്ര ഒരു സ്ത്രീയും പുരുഷനും എത്ര വിശുദ്ധ ജീവിതം നയിച്ച് അവരുടെ ബന്ധത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുനെ ഈ ലോകത്തിലെ രക്ഷകനാക്കാൻ നോക്കിയാൽ നടക്കില്ല. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ മറ്റൊരു വംശത്തിൽപ്പെട്ട വ്യക്തി വേണം. അതാണ് യേശുക്രിസ്തു, ദൈവപുത്രൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനും കന്യാത്വവും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്വവും പരിശുദ്ധി അമ്മയുടെ കന്യാത്വവും ലോകരക്ഷയും തമ്മിൽ, മനുഷ്യരക്ഷയും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ഇത് തിരിച്ചറിയുക നമ്മൾ.
Praise the Lord. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും ഇതിന്റെ ഒരു ആത്മീയ വശവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ വശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കന്യാത്ത ഹൃദയഭാവത്തോടെ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. അതാണ് പൂർണ്ണ സമർപ്പണം. ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്ന എങ്ങനെയായിരിക്കണം? കന്യാത്ത ഹൃദയഭാവത്തോടെ ആയിരിക്കണം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. കാരണം നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈശോ ജനിക്കാനായിട്ട് സ്വയം തെരഞ്ഞെടുത്തത് ഒരു കന്യകയാണ്. ഈശോയുടെ രാജകീയ പ്രവേശനത്തിന് ഈശോ തന്നെ തെരഞ്ഞെടുത്ത എന്താണ്? ആരും കേറാത്ത ഒരു കഴുതിയ. ഈശോയെ അടക്കാനായിട്ട് തെരഞ്ഞെടുത്ത എന്താണ്? ആരെയും അടക്കാത്ത ഒരു കല്ലറയാ. എന്ന് വെച്ചാൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ആയിരിക്കണം ശുശ്രൂഷ ചെയ്യാൻ. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ആയിരിക്കണം സമർപ്പണം നടത്താൻ. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണത വേണം. ഞാൻ ഈ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട സമർപ്പിത മക്കളുണ്ടെങ്കിൽ ഈ ശ്രദ്ധിക്കണം. വിഭജിക്കപ്പെടാത്ത ഹൃദയം, വിഭജിക്കപ്പെടാത്ത സമർപ്പണം, അതാണ് പൂർണ്ണ സമർപ്പണം. പ്രിയപ്പെട്ടവരെ, സമർപ്പണം പൂർത്തിയാക്കാത്ത ഒരു വ്യക്തിയെ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അനനിയാസും സഫീറായും. എന്ന് സംഭവിച്ചു, അതിൻ്റെ അകത്തൊരു ചെറിയ സ്വാർത്ഥത കയറി വന്നപ്പോൾ അവരുടെ സമർപ്പണം പൂർത്തിയായില്ല. അന്ന് വരെ സമർപ്പിക്കപ്പെടാത്ത വ്യക്തികളെക്കാളും ശോചനീയമായിരുന്നു പിന്നെ അവരുടെ ജീവിതം. പല സമർപ്പണയുടെയും ജീവിതം ഇന്ന് ശോചനീയമായി തീരാനുള്ള കാരണം വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെയുള്ള സമർപ്പണ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമാതാവാണ് രണ്ട് നിത്യകന്യകയാ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടി നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യമാണ് പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗാരോപിതയാണ്. ഇതെന്നാണ് പ്രഖ്യാപിച്ചത്? 1950 നവംബർ മാസം 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. എന്താണ് ഈ സ്വർഗാരോപിത എന്ന് പറയുന്നതിൽ അർത്ഥമാക്കുന്നത്? 2 കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, ലോകത്തിൽ നിന്നുള്ള മറിയത്തിന്റെ കടന്നുപോക്കൽ. 2, ഇതാ സ്വർഗത്തിലേക്കുള്ള മറിയം മഹത്വപൂർണയായിട്ട് പ്രവേശിക്കല്. ഈ 2 കാര്യങ്ങളാ. ഒന്ന്, ഈ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോക്കല്. 2, അമ്മ മഹത്വപൂർണയായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കല്. ഇതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധി അമ്മ മരിച്ച് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട നിമിഷം തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടു. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് മാത്രമാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തനത് വിധിക്കായിട്ട് പോകുക. എന്നാൽ പരിശുദ്ധി അമ്മ മരിച്ച സമയത്ത് എന്ത് ചെയ്തു? പരിശുദ്ധി അമ്മ മരിച്ച സമയത്ത് ആത്മശരീരങ്ങളോടെ പോയി. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, അതിനൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധി അമ്മ ആരായിരുന്നു? ഉത്ഭവഭാവമില്ലാത്ത അമലോത്ഭവ. 2, പരിശുദ്ധി അമ്മ ദൈവമാതാവ്. 3, പരിശുദ്ധി അമ്മ നിത്യ കന്യക. എന്ന് വെച്ചാൽ ശരീരത്തിലോ ആത്മാവിലോ മനസ്സിലോ ചിന്തയിലോ ഉത്ഭവഭാവത്തിൻ്റെയോ മറ്റേതെങ്കിലും പാപത്തിൻ്റെയോ ഒരു കറയോ ഒരു കളങ്കമോ ഇല്ലാതെ നിത്യവും കൃപയാൽ നിറയപ്പെട്ട വ്യക്തി. ആ വ്യക്തി മരിക്കുമ്പോൾ ഇത്രയും പരിശുദ്ധമായ ശരീരം, ഇത്രയും പരിശുദ്ധമായിട്ടുള്ള മനസ്സ്, ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ആത്മാവ്, പ്രിയപ്പെട്ടവരെ, ഇത് കല്ലറയിൽ സംസ്കരിച്ച് ഇത് നശിക്കാനായിട്ട്, ജീർണിക്കാനായിട്ട്, പുഴുവിനെ അരിക്കാനായിട്ട്, ഇത് ഇല്ലാതാക്കി തീർക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് മരിച്ച ഉടനെ ആത്മശരീരങ്ങളോടെ പരിശുദ്ധി അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴാ മക്കളെ മരണം കൈപ്പായി മാറുന്നേ? ഇന്ന് പലർക്കും, എല്ലാവർക്കും നോക്കിക്കോ, എല്ലാവരും പറയും ഒന്ന് മരിച്ചാൽ മതി. ഇല്ല, എല്ലാവർക്കും ഭയാന്നേ. എന്തുകൊണ്ടാ മരണം കൈപ്പായി തീരാൻ കാരണം? 3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ച വസ്തുക്കളോടും പ്രപഞ്ചത്തിലെ വ്യക്തികളോടുമുള്ള മനുഷ്യന്റെ അടുപ്പം അത് മനുഷ്യന് മരണം കൈപ്പാക്കി മാറ്റും. 2, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപവും അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന കുറ്റബോധവും അവന് മരണം കൈപ്പാക്കി മാറ്റും. 3, നിത്യരക്ഷയിലുള്ള പ്രത്യാശയില്ലായ്മ അവനെ കൈപ്പാക്കി അവന്റെ മരണത്തെ മാറ്റും. എന്നാൽ എപ്പോഴാ മരണം മാധുര്യമുള്ളതായി തീരുന്നേ? ഒരു വ്യക്തി ലോകത്തോടും ലോക വസ്തുക്കളോടും മറ്റുള്ളവരോടും തന്നോട് തന്നെയും വിരക്തി പ്രാപിച്ച് ദൈവത്തോട് മാത്രം ഐക്യപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് എന്താ
മരണം മാധുര്യമുള്ളതാ. സമാധാനത്തിന്റെ ഒരു മനസാക്ഷി ഒരു വ്യക്തി രൂപീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് മരണം മാധുര്യമുള്ളതാ. നിത്യജീവൻ ആ വ്യക്തി ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മരണം മാധുര്യമുള്ളതാ. ഇങ്ങനെ മാധുര്യമുള്ളതാ ആക്കി മാറ്റിയ വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. പരിശുദ്ധി അമ്മയുടെ ജീവിതം എന്താ? ലോകത്തോടും ലോക വസ്തുക്കളോടും മറ്റുള്ളവരോടും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും വിരക്തി കാണിച്ച് ദൈവത്തോട് മാത്രം ഐക്യപ്പെട്ട് ജീവിച്ചവൾ, സമാധാനത്തിന്റെ ഒരു മനസാക്ഷി രൂപീകരിച്ചവൾ, നിത്യജീവൻ ഉറപ്പിച്ച് ജീവിച്ചവൾ. അവളെ സംബന്ധിച്ച് മരണം അവൾക്ക് മാധുര്യമുള്ളതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇതാ ചെയ്യണ്ടേ. നമ്മുടെ ജീവിതവും ഇതുപോലെ മരണം മാധുര്യമുള്ളതാക്കി മാറ്റണം. ലോകത്തോടും ഈ ലോക വസ്തുക്കളോടും ലോകം വെച്ച് നീട്ടുന്ന സന്തോഷത്തോടും വിരക്തി കാണിച്ചിട്ട് എന്ത് ചെയ്യണം? ദൈവത്തോട് മാത്രം ഒരൈക്യം ഉണ്ടാക്കാൻ ഇനിയുള്ള ജീവിതം നോക്കിക്കേ. ഒരു സമാധാനത്തിന്റെ മനസാക്ഷി രൂപീകരിച്ച് ഒരു പ്രിയപ്പെട്ടവരെ നിത്യരക്ഷ ഉറപ്പാക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരില്ല മക്കളെ. 1950 നവംബർ 1 തീയതി പ്രഖ്യാപിച്ചപ്പോൾ, സ്വർഗാരോപിത എന്ന് പ്രഖ്യാപിച്ച സമയത്ത് മാർപ്പാപ്പ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്: കബറിടത്തിൽ ജീർണിക്കൽ എന്ന നിയമത്തിന് അവൾ വിധേയരായില്ല. തൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാലാന്തരം വരെ കാത്തിരിക്കേണ്ടി വന്നുമില്ല എന്ന സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയം മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് കാലാന്തരം കഴിഞ്ഞിട്ട് ആ ശരീരം ഉയർത്തെഴുന്നേൽക്കാൻ, സാധാരണ മനുഷ്യന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ കാലാന്തരം സമയം കുറെ കഴിഞ്ഞിട്ട് അവസാനം, സമയത്തിന്റെ അവസാനം ഉയർത്തെഴുന്നേൽക്കാനല്ല ദൈവം അനുവദിച്ചത്. മറിച്ച് പ്രിയപ്പെട്ടവരെ, മരണത്തോടു കൂടി തന്നെ ആത്മശരീരങ്ങളോടെ ഉയർത്തെഴുന്നേൽക്കാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം 12 പീയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇപ്രകാരമാണ്: പരിശുദ്ധി അമ്മ അമലോത്ഭവയാണ്, ദൈവമാതാവാണ്, നിത്യകനികായ മറിയമാണ്. തൻ്റെ ഭൗമികമായ ഈ ജീവിത കാലഘട്ടം പൂർത്തിയായപ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു എന്ന്. വീണ്ടും പ്രിയപ്പെട്ടവരെ, 2 വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുക: ജന്മപാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരുന്ന അമലോത്ഭവ മറിയം അവളുടെ ഭൗമിക യാത്ര പൂർത്തിയായപ്പോൾ സ്വർഗീയ മഹത്വത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടു. അങ്ങനെ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായി മാറി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിനുള്ള നല്ലൊരു ഉദാഹരണം ബൈബിളിൽ കിടപ്പുണ്ട്. ബൈബിളിലെ വാഗ്ദാന പേടകം. ആ പേടകം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേ? കരുവേല മരം കൊണ്ട്, വൃക്ഷം കൊണ്ട്. എന്തിനാ അതുകൊണ്ട് ഉണ്ടാക്കിയേ? ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ജീർണിക്കാത്ത മരമാ, അഴിയാത്ത മരമാ അത്. അതുകൊണ്ടാണ് വാഗ്ദാന പേടകം ഉണ്ടാക്കിയത്. എന്നാൽ പുതിയ വാഗ്ദാന പേടകമായ പരിശുദ്ധി അമ്മയുടെ ശരീരം എങ്ങനെയാ? ജീർണിക്കാൻ അനുവദിക്കാത്ത, ശരീരം അഴിയാൻ അനുവദിക്കാത്ത പുതിയ വാഗ്ദാന പേടകമായിട്ട് പരിശുദ്ധി അമ്മ മാറിയേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ ബൈബിളിൽ അമ്മ മാതാവിന് മുമ്പ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട 2 പേരുണ്ട്. ഒന്ന് ഹെനോക്ക്, 2 ഏലിയ. ഏലിയായെ കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവദൂതന്മാർ ഇറങ്ങി വന്നാണ് ഏലിയായെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോയത്. എന്നാൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വർഗാരോപണം എപ്രകാരമായിരുന്നു? പ്രിയപ്പെട്ടവരെ, ദൈവദൂതന്മാർ വാനവഗണം മാത്രമല്ല, ഇതാ തൻ്റെ പുത്രനായ ഈശോ കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്ന വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുക. എന്ന് വെച്ചാൽ മിസ്റ്റർ ബൊനവഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വിജയം വരിച്ചപ്പോൾ, അമ്മ മാതാവ് വിജയം വരിച്ചപ്പോൾ, ആ വിജയം സ്വീകരിക്കാനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുത്രൻ വന്നു. പുത്രൻ വരാനൊരു കാരണം കൂടിയുണ്ട്. ഈ ഭൂമിയിലേക്ക് പുത്രനെ കൊണ്ടുവന്ന വ്യക്തി പരിശുദ്ധി അമ്മയായതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഈ അമ്മയെ കൊണ്ടുപോകാൻ ഈ പുത്രനാണ് ഏറ്റവും വലിയ അവകാശം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അംബ്രോസ് പറയുന്ന കാര്യപ്രകാരമാണ്, രക്ഷകൻ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധി അമ്മയെ സ്വർഗാരോപണം ചെയ്യാൻ അനുവദിച്ചത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധി അമ്മയ്ക്ക് മുമ്പേ ഈശോ സ്വർഗാരോഹണം ചെയ്യാൻ ആഗ്രഹിച്ച കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. സ്വർഗത്തിൽ അമ്മയ്ക്ക് വലിയൊരു പദവി, വലിയൊരു കിരീടം, വലിയൊരു സ്ഥാനം ഇത് കൊടുക്കണം. അതിനുവേണ്ടി
പരിശുദ്ധി അമ്മയ്ക്ക് മുമ്പേ ഈശോ സ്വർഗാരോഹണം ചെയ്ത് അവിടെ പരിശുദ്ധി അമ്മയ്ക്കൊരു സിംഹാസനം ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം പരിശുദ്ധി അമ്മയുടെ സമയമായപ്പോൾ ഈ ദൂതന്മാരെ പറഞ്ഞു വിടുകയല്ല, ഈ പുത്രൻ തന്നെ വാനവഗണത്തോടും സ്വർഗീയ ഗണങ്ങളോടും കൂടി ഭൂമിയിലേക്ക് വന്ന് ഈ അമ്മയുടെ ശരീരം ആത്മശരീരത്തെ സ്വർഗത്തിലേക്ക് സംവഹിക്കുക എന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അല്ലെങ്കിൽ ഈശോയുടെ സ്വർഗാരോപണത്തെക്കാളും വലുപ്പമാക്കിയാണ് ഈശോ സ്വർഗാരോപണത്തെ എടുത്ത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈശോ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് വാനവഗണങ്ങൾ, ദൈവദൂതന്മാർ മാത്രമാണുള്ളത്. എന്നാൽ അമ്മ സ്വർഗാരോപണം ചെയ്യുന്ന സമയത്ത് വാനവഗണങ്ങൾ മാത്രമല്ല, ഇതാ ദൈവപുത്രനായ ഈശോ ഭൂമിയിലേക്ക് വന്നേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയുടെ ഈ സ്വർഗാരോപണത്തെ കുറിച്ച് പ്രവാചകന്മാരും ആദ്യ മാതാപിതാക്കളും വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയുവാണ്, ഞങ്ങളുടെ എല്ലാ പ്രവചനങ്ങളിലും നീ നിഴലിച്ചിരുന്നു. അതിനുശേഷം പറയുന്ന കാര്യം ഇതാണ്, നാഥേ, നീ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ പിന്നിലാക്കിയിരിക്കുന്നു. ആദ്യ മാതാപിതാക്കൾ പറയുന്ന കാര്യം എന്താ? ഞങ്ങൾ അനുസരണക്കേട് മൂലവും അഹങ്കാരം മൂലവും ഞങ്ങൾ പലതും നഷ്ടപ്പെടുത്തി. എന്നാൽ നീ എളിമ മൂലവും അനുസരണം മൂലവും അതെല്ലാം പരിഹരിച്ച് ഇന്ന് സ്വർഗത്തിൽ സംവഹിച്ചല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിശുദ്ധന്റെ വാക്യമുണ്ട്. ആ വിശുദ്ധൻ റോബർട്ട. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പരിശുദ്ധി അമ്മ ആരാണ് എന്ന് ചിന്തിക്കണം. അദ്ദേഹം പറയുവാണ്, പരിശുദ്ധി അമ്മ ദൈവവചനത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ നിശാസ്ഥാനമല്ലേ. 2, അദ്ദേഹം പറയുന്നു വിശുദ്ധിയുടെ പേടകമല്ലേ. 3, അദ്ദേഹം പറയുന്നു അവൾ പരിശുദ്ധാത്മാവിന്റെ ആലയമല്ലേ. ഈ പരിശുദ്ധാത്മാവിന്റെ ആലയം, ഈ വിശുദ്ധിയുടെ പേടകം നശിപ്പിക്കാനായിട്ട് ആർക്കാ പറ്റുക? അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ആ ശരീരം, ദൈവപുത്രനെ എടുത്തുകൊണ്ട് നടന്ന ആ ശരീരം, ദൈവപുത്രനെ പാലൂട്ടിയ ആ ശരീരം, ഇതെങ്ങനെയാണ് പുഴുക്കൾക്ക് അരിക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ ദൈവപുത്രന് പറ്റുന്നത്? ഇതെങ്ങനെയാണ് അഴിയിക്കാനായിട്ട് ദൈവപുത്രന് പറ്റുന്നത്? ഇതെങ്ങനെയാണ് ജീർണിക്കാനായിട്ട് ദൈവപുത്രന് സമ്മതം കൊടുക്കാനായിട്ട് പറ്റുന്നത്? പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കേ, എങ്ങനെയാ മക്കളെ ഇത്രമാത്രം യേശുക്രിസ്തുവിനെ രൂപം കൊടുത്ത, യേശുക്രിസ്തുവിനെ സംവഹിച്ച ആ ശരീരം വിട്ടുകൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മരിച്ചപ്പോൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാൽസ് പറയുന്ന കാര്യം ഇതാണ്, ഏത് പുത്രനാണ് തനിക്ക് കഴിയുമെങ്കിൽ തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു അധികാരമുണ്ടെങ്കിൽ കൊണ്ടുപോകാത്ത. അതുകൊണ്ടാണ് ഈശോ തനിക്കൊരു അധികാരമുണ്ട് തൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ, ആ അധികാരം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് വീണ്ടും അൽഫോൻസ് ലിഗോരി പറയുന്നൊരു കാര്യമുണ്ട്, മറിയത്തിന്റെ മരണശേഷം അവളുടെ ശരീരം ജീർണിക്കാൻ യേശു അനുവദിച്ചില്ല. കാരണം താൻ ആരിൽ നിന്ന് ശരീരം സ്വീകരിച്ചവോ അവളുടെ കന്യാശരീരം പൊടിയായി മാറ്റപ്പെടുന്നത് അവിടത്തേക്ക് തന്നെ അഭിമാനക്ഷതം വരുത്തുന്നതാണ്. അതുകൊണ്ട് അത് അനുവദിച്ചില്ല എന്നുള്ള കാര്യം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരു കുഞ്ഞിക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ എന്താ ചെയ്തേ? ദൈവപിതാവും പുത്രനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുടി ധരിപ്പിച്ചു, റാണിയാക്കി മാറ്റി, രാജ്ഞിയാക്കി മാറ്റി. എന്ന് വെച്ചാൽ തൃത്വം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ഒപ്പം ഒരു കാര്യം കൂടി ചെയ്തു, അതിൻ്റെ ചില ഭരണാധികാരവും കൂടി കൊടുത്തു. ശരിക്കും നോക്കുവാണെങ്കിൽ സ്വർഗത്തിൻ്റെ രാജ്ഞി, ഭൂമിയുടെ രാജ്ഞി, മലഹമരുടെ രാജ്ഞി, വിശുദ്ധരുടെ രാജ്ഞി, എല്ലാത്തിൻ്റെയും രാജ്ഞിയായിട്ട് പരിശുദ്ധി അമ്മ മാറി. അതുകൊണ്ടാണ് എത്യോപ്യൻ അവരുടെ ആരാധനക്രമത്തിലും അർമേനിയൻ ആരാധനക്രമത്തിലും കാണാനായിട്ട് പറ്റും, കെറൂബുകളും സെറാഫുകളും സകല മാലാഹമാരും സകല സ്വർഗവാസികളും ഈ കാണുന്ന പരിശുദ്ധ മറിയത്തെ വണങ്ങുകയും പരിശുദ്ധ മറിയത്തിന് ശുശ്രൂഷ ചെയ്യുകയും പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ കാണും. ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ
നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ കൂട്ടായ്മയിലാണ് നമ്മളും പോയിരിക്കുന്നത്. പക്ഷെ അവിടെ വ്യത്യസ്തമായിട്ടൊരാൾ കാണും, അത് പരിശുദ്ധി അമ്മയാ. ഈ വിശുദ്ധരെന്തെന്നാ അമ്മയെ വിളിക്കുന്നത്? അമ്മ എന്നാ. നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താ വിളിക്കുന്നത്? അമ്മ എന്ന. ദൈവപുത്രൻ എന്നാന്നാ ഈ അമ്മയെ വിളിക്കുന്നത്? അമ്മ എന്ന് തന്നെയാ. നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ മാലാഖ ആദ്യമായിട്ട് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ വന്നപ്പോൾ, മറിയത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ കുമ്പിടുക എന്ന് വെച്ചാൽ, ലോകത്തന്ന് മാലാഖമാരെ വണങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു മാലാഖ കുമ്പിടുന്നു. പിന്നീട് ഈ മാലാഖ എന്താ? ഈ കാണുന്ന മറിയത്തിന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ന് വെച്ചാൽ മാലാഖമാരുടെ രാജ്ഞിയായി, വിശുദ്ധരുടെ രാജ്ഞിയായി. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയാണ് നമ്മൾ നിത്യമായിട്ട് എന്ന് വെച്ചാൽ ദൈവത്തെ നിത്യമായിട്ട് ആരാധിക്കുന്ന പോലെ നിത്യമായിട്ട് വണങ്ങാനുള്ള വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. അവൾ സ്വർഗത്തിന്റെ രാജ്ഞിയാണ്, ഭൂമിയുടെ രാജ്ഞിയാണ്. ഈ അമ്മയെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 3 കാര്യങ്ങൾ: അമ്മ ദൈവമാതാവാണ്, 2 നിത്യകന്യകയാണ്, 1 സ്വർഗാരോപിതയാണ്. ഈ സത്യങ്ങൾ വിശ്വസിക്കുക, ഈ സത്യം പ്രഖ്യാപിക്കുക, ഈ സത്യം ജീവിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധി അമ്മ നൽകുന്ന സന്ദേശം ഏറ്റവും എളിമയോടെ നമുക്ക് ശ്രമിക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങളുടെ സമർപ്പണം തന്നെയാണ്. വിമല ഹൃദയത്തിന് ലഭിക്കുന്ന ഈ സമ്മാനം ഞാൻ എൻ്റെ മകന് കൊടുക്കും. ദൈവത്തോട് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയാണ്. എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ദൈവത്തോട് എന്തിന് എന്ന് ചോദിക്കുക മനുഷ്യ സ്വഭാവമാണ്. ഈ പ്രവണത നിയന്ത്രിച്ച് എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്ന് പ്രതിവചിക്കുമ്പോൾ ദൈവം സംപ്രീതനാവുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരികയും ചെയ്യും. എൻ്റെ ഹൃദയത്തെ അനുകരിച്ച് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടം നാം നടപ്പാക്കുന്നു. എൻ്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോൾ ഹൃദയങ്ങൾ കൃപയാൽ നിറയും. അവ പുണ്യങ്ങൾ അഭ്യസിക്കും, വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഞാൻ അതിനെ നിത്യതയിലേക്ക് സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾ നൽകുന്ന ഇതാ ഞാൻ എന്ന മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ, ദിവസവും നിങ്ങൾ ഈ വാഗ്ദാനം പുതുക്കുക. ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന സമ്മാനത്തെപ്പറ്റി എല്ലാവരോടും പറയുക. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഞാൻ വചനമനുസരിച്ച് ജീവിക്കേണ്ട ആളാണ് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. പ്രവൃത്തിയിൽ കടമകൾ ക്ഷമയോടെ ചെയ്യും. ഉപേക്ഷ വരുത്താതെ എന്റെ ഒരു കുറവ് ആരെങ്കിലും പറഞ്ഞാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ദൈവപുത്രാംഗീകാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്രാംഗീകാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ചേർന്ന് പാടാമോ? ഓശാന
ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ. വിശുദ്ധരോട് ചേർന്ന് പാടിക്കേ മക്കളെ. ഹോശാന മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പോലെ മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാരോട് ചേർന്ന് മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ സൗഖ്യമവൻ, എന്റെ വിടുതലവൻ, എന്റെ എല്ലാം അവൻ, അവനാരാധന. എന്റെ സൗഖ്യമവൻ, എന്റെ വിടുതലവൻ, എന്റെ എല്ലാം അവൻ, അവനാരാധന. ഈശോയെ സ്നേഹിച്ചു നോക്കി. ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മാലാഖമാരോട് ചേർന്ന് ഉറക്കെ വിളിച്ച് യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എന്നും നിങ്ങളോട് പറയുന്നുണ്ട്, എവിടെ ദിവികാരുണ്യ ഈശോ ഉണ്ടോ അവിടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ദിവികാരുണ്യ ഈശോ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുക. ഇവിടെ ഈശോ മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ വരും. നിങ്ങൾ ചിന്തിച്ചേ, ഈ അമ്മ ആരാ? ദൈവത്തിന് ജന്മം കൊടുത്തവൾ. അവളിൽ നിന്നുവാ ദൈവം ജനിച്ചത്. ദൈവ വ്യക്തി ജനിച്ചത് ഈ അമ്മയിൽ നിന്നാ. അവൾ ദൈവമാതാവാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ജന്മം കൊടുത്ത വ്യക്തിയെ ഞാൻ ചേർത്ത് പിടിച്ചാൽ അവൾ ദൈവത്തിലേക്ക് എന്നെ എത്തിക്കാൻ നോക്കും. ഞാൻ ചേർന്നാ മതി. അവൾ നിത്യകന്യകയാ. പ്രിയപ്പെട്ടവരെ, അവൾ ഒരിക്കലും പാപത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും ഒരനുഭവത്തിലൂടെ പോയിട്ടില്ല. മനുഷ്യ സഹവാസമില്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ മാത്രം അവൾ ഒരമ്മയായി തീർന്നതാ. പ്രിയപ്പെട്ടവരെ, ആ നിത്യകന്യകയെ ഇതാ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊട്ടടുത്തുണ്ട്. നീ വിശ്വസിക്കുക. ഇപ്പം പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയ, ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുക മാത്രമല്ല, അവിടെ അവൾ റാണിയായി, രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടേക്കുക. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയാ ഇന്ന് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തൊട്ടടുത്ത് ഈശോയുടെ ഒപ്പം വന്നേക്കണേ. ഈ അമ്മയെ ഒന്ന് സ്നേഹിച്ച്, ഈ അമ്മയ്ക്കിടെ ശക്തി ഒന്ന് മനസ്സിലാക്കി, മഹത്വം ഒന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവർ, ഈ അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. നമ്മുടെ കന്യാത്വം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പറ്റും, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഒപ്പം വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ സമർപ്പണം നടത്താനും ദൈവത്തെ സ്നേഹിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ മക്കളെ, ഈ ലോകത്തോടും ലോക വസ്തുക്കളോടും വിരക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെടാൻ പറ്റും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധി അമ്മയോട് ചേർന്ന്, അമ്മയുടെ ഈ വിശ്വാസ സത്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി, ഈ വിശ്വാസത്യം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ നിമിഷം ആരാധിക്കുക.
കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. ഞങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്തെത്തണം, സ്വർഗത്തിൽ ഞങ്ങൾക്ക് എത്തണം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഈ നിമിഷം ആഗ്രഹിക്കുക, ഞങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടാതെ വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടണം. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ എപ്പോഴും അങ്ങേ ആരാധിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക്. ഒപ്പം എന്റെ അമ്മ മാതാവേ, ഞങ്ങളും ഇതാ ഈ ലോകത്തോടും ലോകവസ്തുക്കളോടും വിരക്തി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു അഭിഷേകം തരണം. പരിശുദ്ധി അമ്മ, അമ്മയുടെ വിരലിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം ആരാധിക്കുമ്പോൾ ഞങ്ങൾ ഈ ആരാധന സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്ത പലരും മക്കളും. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. പ്രിയപ്പെട്ടവരെ, ഇത്രയും മഹത്വമുള്ള ഈ സ്ത്രീയെ കുറിച്ച് എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവളുടെ ഉള്ളിൽ സ്നേഹം മാത്രം, പ്രാർത്ഥന മാത്രം. അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീര് കൊണ്ട് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. മഹത്വമുള്ള ഒരു അമ്മയെ നിന്ദിക്കല്ലേ മക്കളെ. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചേ. നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. ഒരു നിമിഷം കൂടി ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ട റാണിയായ പരിശുദ്ധി അമ്മ, രാജ്ഞിയായ പരിശുദ്ധി അമ്മ, ആ പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും രാജ്ഞിയായി നിലനിൽക്കുമ്പോൾ ഒരു തിന്മയ്ക്കും നമ്മളെ കയറി ഭരിക്കാൻ പറ്റില്ല. യുഗാന്തി സഭയുടെ രാജ്ഞിയ, മാലാഖമാരുടെ രാജ്ഞിയ, വിശുദ്ധരുടെ രാജ്ഞിയ, സ്വർഗത്തിലെ രാജ്ഞിയ ഈ പരിശുദ്ധി അമ്മയ്ക്ക് അധികാരങ്ങളുണ്ട് മക്കളെ. പിശാചിനെ തകർക്കാൻ, സഭയെ ചേർത്ത് പിടിക്കാൻ, സഭാ മക്കളെ രക്ഷിക്കാൻ, തന്റെ അടുത്ത് വരുന്ന ഓരോ മക്കളെ സ്നേഹത്തോടെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഇതിനൊക്കെ കൃപയുണ്ട്, അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. അമ്മയുടെ അധികാരത്തിന്റെ മുന്നിൽ നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിച്ചിട്ട്, അമ്മേ ഒരിക്കലും പാപശാപ രോഗ ബന്ധനങ്ങളിലേക്കൊന്നും ഞങ്ങൾ വീണു പോകാതെ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും അമ്മയുടെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അമ്മയോട് ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ പുണ്യങ്ങൾ മുഴുവനും വായിക്കണേ. അത് നമുക്ക് ജീവിതത്തിൽ പകർത്തണം. അതിന് പരിശുദ്ധി അമ്മയുടെ സഹായം നമുക്ക് വേണം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ.
വിചാരത്തിൽ ഞാൻ വചനമനുസരിച്ച് ജീവിക്കേണ്ട ആളാണ് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. പ്രവൃത്തിയിൽ കടമകൾ ക്ഷമയോടെ ചെയ്യും. ഉപേക്ഷ വരുത്താതെ എന്റെ ഒരു കുറവ് ആരെങ്കിലും പറഞ്ഞാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. നമുക്ക് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥമൊക്കെ മനസ്സിൽ തേടിയിട്ട് നമുക്ക് ഉറങ്ങാനാകട്ടെ. ഈ നിമിഷം പോകാം. ഈശോ എല്ലാവരെയും അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.